ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസം. ഞാൻ ശനിയാഴ്ചയാണ് സാധാരണ ക്ലീൻ ചെയ്യുന്ന ദിവസം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ക്ലീനിങ്ങേ ഇല്ല എന്നല്ല, വീക്ക് ഡേയ്സിൽ ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ് ആണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ 1-2 വീക്കെൻഡ്സിൽ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഞാൻ റൂമിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിംസും എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളും എല്ലാം. പിന്നെ ഈ ഒരു മിററ് കല്യാണത്തിന് ശേഷം സെറ്റ് ചെയ്തിട്ട് ഇന്ന് വരെ അതിലെ സാധനങ്ങൾ ഞാനെടുത്ത് പുറത്ത് വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അതും കൂടിയും ചെയ്യുന്നുണ്ട്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു എയറോൾ പോലും ഈ റൂമിലില്ല. പിന്നെ എവിടെ നിന്നാണ് ഇത്രയും പൊടി ഇവിടേക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയൂല്ല. അങ്ങനെ മൊത്തമായിട്ട് തുടച്ചെടുത്തതിൻ്റെ ശേഷം സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വെച്ചു. ഈ സാധനങ്ങളെല്ലാം കൂടി കാണുമ്പം എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഇത്രയും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. എല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേയൊക്കെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട്. മുന്നേ ഏതോ വീഡിയോയിൽ കണ്ടിട്ടൊക്കെ ആരൊക്കെയോ ചോദിച്ചിരുന്നു, ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഈ ഒരു വാക്വം ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ചീപ്പായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഷോപ്പിലോ മാളിലൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും വാക്വം ക്ലീനറിന്. അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ മാത്രം ഒരു യൂസേജൊന്നും ഇവിടെ വരുന്നില്ല. ഈ കാണുന്ന കാർപ്പറ്റും ബെഡിൻ്റെ ഹെഡ് പോർഷനും കർട്ടൻ്റെ പോർഷനൊക്കെ ഇവിടെ വാക്വം ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അത്ര ചെറിയ പോർഷന് വലിയ വലിയ വാക്വം ക്ലീനറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ വാക്വം ക്ലീനർ സെറ്റാക്കിയത്. റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതന്നെ അങ്ങോട്ട് വാങ്ങി. കുഴപ്പമില്ലാണ്ട് പൊടിയെല്ലാം വലിച്ചെടുക്കുന്നുണ്ട് ഇത്. പിന്നെ ഇപ്പോൾ ഈ കളർ ചേഞ്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൊടി ഉണ്ട് ഇവിടെ. അത്രയും പൊടിയല്ല, അത് വെൽവെറ്റിൻ്റെ കളർ ചേഞ്ച് ആവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ റൂമിലെ എല്ലാ സാധനങ്ങളും ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് റൂമിലുള്ള സൈഡ് ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. ഇനിയുള്ള പരിപാടി ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ള. വെറും ചെടിയല്ല, ഒരു കറിവേപ്പിൻ്റെ ചെടിയും പിന്നെ മത്തൻ്റെ വിത്ത് മുളപ്പിച്ചതും മുളക് മുളപ്പിച്ചതുമാണ് ഉള്ളത്. ഇത് ഞാനിവിടെ ടെറസിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. മാറ്റി കുഴിച്ചിടേണ്ട സമയം എന്നോ കഴിഞ്ഞു. സമയം കിട്ടാത്തതുകൊണ്ട് അതും അവിടെ തന്നെ നിൽക്കുക. അങ്ങനെ എല്ലാ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞ് റൂം ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ടും ക്ലീനിങ് ചെയ്തതുകൊണ്ടും മാത്രമല്ല ബെഡ് ഇതുപോലെ വൃത്തിയായിട്ട് വിരിച്ചിട്ടത്. എല്ലാ ദിവസവും ബെഡ് നല്ല രീതിയിൽ തന്നെ വിരിച്ചിടും. അതിപ്പോൾ ഏത് ബെഡ്ഷീറ്റ് ആണെങ്കിലും കംഫർട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ബെഡ് വിരിച്ചിടും. പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്ത ഈ ഫോട്ടോസ് പുതിയതായതുകൊണ്ടായിരിക്കും ഇതിലേക്ക് തന്നെ കുറേ പ്രാവശ്യം നോക്കിയിരിക്കലാണ് ഇപ്പോൾ പരിപാടി. കുറച്ച് ദിവസം കഴിയുമ്പം അത് മാറിക്കോളും. ഈ 2 ബോക്സിൽ ഒരു ഫേസ് വാഷും സൺസ്ക്രീനുമാണ് വന്നിട്ടുള്ളത്. ഇതിലെ ഫേസ് വാഷ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് ഒരു 2 വർഷം മുന്നേ. അത് വാങ്ങുന്ന സമയത്ത് എൻ്റെ ഫേസ് നല്ല ഓയിലി സ്കിന്നായിരുന്നു. ആ ഓയിലി സ്കിന്നിൻ്റെത് മാറ്റി തന്നത് ഈ ഒരു ഫേസ് വാഷാണ്. നമ്മളെ ജിസ്മ വിമലിലെ ജിസ്മൻ്റെ ഒരു വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഫേസ് വാഷിൻ്റെ പേര് പറയുന്നത് കേട്ടെ. അങ്ങനെ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് ഇതെനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അതിൻ്റെ ശേഷം മുഖത്തെ എണ്ണമയം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനിതുവരെ ഫാർമസി പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മുന്നേ വാങ്ങിയിട്ടുള്ള സൺസ്ക്രീനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൺസ്ക്രീൻ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്.
ഇന്നത്തെ ക്ലീനിങ്ങും ഫുഡ് കഴിക്കലും അൺബോക്സിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഒരത്യാവശ്യ കാര്യത്തിനും പോയിട്ട് നാളെ രാവിലെ തന്നെ തിരിച്ചു വരികയും വേണം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നിന് കൺട്രോൾഡ് ആയതുകൊണ്ട് നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എവിടെ പോവുകയാണെങ്കിലും ഒരുങ്ങി തന്നെയാണ് പോവുക. ആ ഒരുക്കാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഈ ഒരു വാഷ് ബാഗിലാക്കിയിട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ദിവസത്തിനാണെങ്കിലും എല്ലാ സാധനങ്ങളും ഞാൻ പെറുക്കി കൊണ്ടുപോകും. അതെനിക്കൊരു ശീലമാണ്. എല്ലാ ഗേൾസിനും ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും കൺമഷും ഇല്ലാതെ ആരും പുറത്തു പോവില്ല. അങ്ങനെ ഇതാ പുറത്തെത്തി ബൈക്കിൻ്റെ അടുത്തെത്തി. ബൈക്കിൽ കയറുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം.